സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രംബകേ ദേവി നാരായണ നമോസ്തുതേ. ആലപ്പൂര് തുടങ്ങിയോ? ഇല്ല. ഭാഗ്യം. രാജപുത്രി എവിടെ ഇരിക്കുന്നു? ആണ്ടിരിക്കുന്നു. ഹായ് ഹായ്, അസലായിരിക്കണോ? ഈ ആലപ്പുറത്ത് ഏറാതെ കുട്ടിയെ ബന്ധം വെക്കാൻ എന്താ ഒരു വഴി? തിരുമേനി, രാജപുത്രി ചിരിക്കുന്നു. നമ്മളെ നോക്കി ചിരിക്കുന്നോ? പിന്നെ തിരുമേനെ കണ്ടിട്ടല്ലേ ചിരിക്കുന്നത്. ആരാടാ കിടാങ്ങള്? പടച്ചോറുണ്ട് കൊഴുത്ത വല്ല അമ്പലക്കിടാങ്ങളും ആയിരിക്കും. എനിക്കും തോന്നി. എന്നെ അറിയില്ലേ? പഴയ ഉണിക്കോനോർ നായർ. ഓ, നമ്മുടെ ഉണിക്കോനോർ നായർ. വാഴുന്നോർ. കണപരുണി വാഴുന്നോർ. മഹാരാജാവേ, ഈ പോരാളികളെ ഓർക്കുന്നുണ്ടോ? പണ്ടെങ്ങോ കണ്ടിട്ടുള്ള ഒരു ഓർമ്മ. ഇത് മരിച്ചുപോയ ആരോമൽ ശേഖരന്റെ നേർബെങ്ങൽ ഉണ്ണിയാഴ്ചയുടെ മകൻ ആരോമലുണ്ണി. ഇത് ആരോമൽ ശേഖരന്റെ മകൻ തങ്ങപ്പുരുണ്ണി. ശത്രു, എന്റെ അച്ഛനെ കൊന്ന ശത്രു. നാം എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അത് ചന്തുച്ചേകരുടെ പുത്രൻ തമ്പിക്കുട്ടി. അടുത്തിരിക്കുന്നത് തമ്പിക്കുട്ടിയുടെ സഹോദരി മാക്കം. മഹാരാജാവേ, ആനപ്പോരിന് സമയമായി. നാട്ടാരെ, അംഗച്ഛേകവരെ, കോലോശ്വരി നാട്ടിൽ ജാതിയും മതവും നോക്കാതെ സ്വന്തം പുത്രിയെ മംഗല്യവേദിയിൽ ഇറക്കുന്ന ചരിത്രം നടാടെയാണ്. കാരണം തന്റെ പുത്രിയെ പാണിഗ്രഹണം ചെയ്യുന്നവൻ ധീരനായിരിക്കണം, പോരാളിയായിരിക്കണം. മത്സരത്തിനുള്ള ആനയെ അമ്പലനടയിലേക്ക് കൊണ്ടുവരൂ. തിരുമേനി, നമുക്ക് പഴയ കൊമ്പന്റെ പുറത്ത് കേറിയാ മതി. നോക്കൂ നമ്മുടെ കൊലക്കൊമ്പനാരെ, ഇവരെ നയിക്കുന്നത് 7 പാപ്പാന്മാരാണെന്ന് ഓർമ്മ വേണം. ഇവന്റെ പുറത്ത് തനിച്ചേറണം. ഈ തൃപ്പങ്കോട്ടപ്പന്റെ കോവിലിന് 3 പ്രദക്ഷിണം വയ്ക്കണം. ജയിക്കുന്നവൻ ആരായിരുന്നാലും ശരി, എന്റെ പ്രിയപുത്രി കുഞ്ഞിക്കന്നിയെയും ഈ പൊന്നമ്പല ദേശവും നാം ദാനം ചെയ്യുന്നതാണ്. ഊരും പേരും പറഞ്ഞ് ഞാനപ്പുറത്തേറാൻ ധൈര്യമുള്ളവർ വരീൻ, ധൈര്യമുള്ളവർ വരീൻ. ആരോമണ്ണി, എന്താ വേണ്ടത്? ഇവൻ ഉറുമിയും വാളും പോലെ കയ്യിൽ കിടന്ന് പിടയുന്നവനല്ല. ശരിയാ ആശാനെ, അവന്റെ ഒരു തരിച്ച നോട്ടം കണ്ടില്ലേ? തോറ്റ് മാറാപ്പം കെട്ടി വീട്ടിലോട്ട് ചെന്നാണല്ലോ. ശവം പോലും മര്യാദയ്ക്ക് ഉണ്ണിയാർച്ചമ്മ ദഹിപ്പിക്കത്തില്ല. അറിയാൻ കൂട്ടരെ, ശവം പച്ചോളിയിൽ കെട്ടി ഇവിടം മുതൽ അവിടം വരെ വലിപ്പിക്കും.
പക്ഷേങ്കിൽ രാജകുമാരിയെ കണ്ടിട്ട് കയ്യും കാലം പെരുത്ത് നിൽക്കാനും വേണം. ആരോള്ളി ഇവൻ 10 പാപ്പാന്മാരെ പപ്പളം പോലെ പിടിച്ചവനാ. ആനപ്പുറത്തേറി ജയിച്ച് രാജകുമാരിയുടെ കഴുത്തിൽ മാലയിടാൻ ധൈര്യമുള്ളവർ വരെ. മെരുക്കുന്ന ലക്ഷണമാണല്ലോ. ശരിയാണ്. കാനക്കാര, നീ ആ അമ്പലമറവിൽ നിന്ന് ചിരിത്തോണ്ടിയിട്ട് ഒരു പിടി പിടിച്ചാൽ ആരോ നീ താഴെ കിടക്കണം. എല്ലാം ഞാൻ ഏറ്റുകണ്ട. വഞ്ചതി മഹാരാജാവേ, ആനെ ആരോ നൊമ്പരപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും ആനപ്പുറത്ത് കയറാൻ ഞാൻ തയ്യാർ. ശാന്തരാകുവിൻ, ശാന്തരാകുവിൻ. ആനപ്പുറത്ത് കയറി അമ്പലത്തിൽ 3 പ്രദക്ഷിണം വയ്ക്കാതെ നിലത്ത് വീണത് നേരെ. നല്ല മുഹൂർത്തം നോക്കി ഇനിയും ആനപ്പോര് നടത്തും. ഇന്നേക്ക് ഇത് അവസാനിച്ചിരിക്കുന്നു. ആനയെ നൊമ്പരപ്പെടുത്തിയത് ആരെന്ന് നാം അന്വേഷിക്കും. ആരോ കൊണ്ട് നിരാശപ്പെടേണ്ട, എല്ലാ കാര്യവും ഈ കോലാര് നേരെയാക്കാം. രാജകുമാരിയും കൊണ്ടല്ലാതെ മാധു വീട്ടിലേക്ക് മടങ്ങില്ല. ഭയപ്പെടേണ്ട, എല്ലാരും എന്റെ വീട്ടിലോട്ട് വരീ. ഒരു വാരുമുണ്ണി.